നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകത്തെ വീണ്ടും വിസ്മയിപ്പിക്കാൻ ഒരുങ്ങുന്ന ലോകകപ്പ് മഹാഫൈനൽ. കിരീടം തേടി നിലവിലെ ചാമ്പ്യന്മാരും യൂറോ കപ്പ് ചാമ്പ്യന്മാരും നേർക്കുനേർ പോരാടുമ്പോൾ ആരാധകരും ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. തങ്ങളുടെ പ്രതീക്ഷകൾ അവർ പങ്കുവയ്ക്കുന്നു. കാണാം പീപ്പിൾസ് ടോക്ക്. കാത്തിരുന്ന മഹാപോരാട്ടം ഇനി ഒരു മത്സരത്തിന്റെ മാത്രം അകലം. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനും നേർക്കുനേർ പോരാടുമ്പോൾ ആരാണ് വിജയിക്കുക? ആരാധകർക്കും പ്രതീക്ഷകൾ ഏറെയാണ്. രണ്ടാളും ജയിക്കട്ടെ. സ്പെയിൻ സപ്പോർട്ട് ചെയ്യുന്ന സ്പെയിൻ തന്നെ. അവരെ പാസിംഗ് ഗെയിം. പക്ഷെ അർജന്റീന നല്ല ടഫ് ഗെയിമാണ്. കഴിഞ്ഞ കളി ഭയങ്കര ടഫാണ്ടായി. അവർ ഫുൾ ടാക്ടിക്സ് ഉപയോഗിച്ച് കളിച്ച്. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന സ്പെയിനാണ്. അതുകൊണ്ട് സ്പെയിൻ ജയിക്കട്ടെ എന്ന് പറയുന്നു. അർജന്റീന ഫാനാണ്, അതുകൊണ്ട് അർജന്റീന നിൽക്കുന്നുള്ളൂ. മെസ്സി അല്ലല്ല, അർജന്റീന. മെസ്സി കണ്ട് എല്ലാവരും കളിക്കുന്നു. ഈ ലോകം കാത്തിരിക്കുന്ന ഒരു ആവേശ പോരാട്ടമാണ് ഈ ഫൈനല്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അർജന്റീന വീണ്ടും ഒരു കിരീടം നേടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഫൈനൽ സാധ്യത അർജന്റീനയാണ്. മാത്രമല്ല ഒരു അവസാന നിമിഷം വരുമ്പോൾ നന്നായി കളിച്ച് കപ്പ് വിജയത്തിലെത്തുന്ന ഒരു ടീമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിലും അർജന്റീന ജയിപ്പിക്കണം എന്നുള്ളൊരു വാശി ഫിഫയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു എന്ന് തോന്നണേ. അങ്ങനെ എല്ലാ കളികളിലും അങ്ങനെ ഒരു എന്തൊക്കെ ഒരു തട്ടിപ്പ് ഫിഫയ്ക്ക് അർജന്റീനയെ ജയിപ്പിച്ചേ പറ്റുമോ എന്നുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കപ്പടിക്കുക മിക്കവാറും സ്പെയിനായിരിക്കും. ഇനി അത് തന്നെ ഫിഫ ദാനം ചെയ്യുമോ അർജന്റീനയ്ക്ക് എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ചിട്ടെന്ന് പറയാൻ പറ്റില്ല. അടിക്കാനോ സാധ്യത. അർജന്റീന അത്ര ഇഷ്ടമാണോ? കളി കാണാറുണ്ടോ? അവർ കപ്പടിക്കോ? പറയാൻ കാരണം എന്താ? കളിക്കോ? നന്നായി കളിക്കാം. സ്കൂളിലേക്ക് പോകുമ്പോൾ അർജന്റീനയുടെ കാര്യം പറയാറുണ്ടോ? അർജന്റീന പ്രശ്നം എന്തായാലും കപ്പടിക്കും. കഴിഞ്ഞ പ്രാവശ്യം അടിച്ചു, പ്രാവശ്യം അടിക്കും. എന്തായാലും കപ്പടിച്ചിരിക്കും. അച്ഛനെന്താ പറയണത്? ഞാൻ അർജന്റീന ഫാനാണ്. പക്ഷേ കളി എന്ന് പറയുമ്പോൾ നോക്കിയാൽ സ്പെയിനും അർജന്റീനയും ഈക്വലാണ്. പക്ഷേ ലാസ്റ്റ് ഇതിൽ അർജന്റീനയ്ക്ക് തന്നെ മുൻതൂക്കം ഉണ്ടാവുക. കാരണം അർജന്റീന ജയിക്കണമെന്നാണ് എല്ലാവരെ പോലെ ഞങ്ങളുടെ ആഗ്രഹം. നന്നായി കളിക്കുന്നുണ്ട്. അവർ പറഞ്ഞ പോലെ പിന്നിൽ നിന്നാലും ലാസ്റ്റ് ടൈമിൽ കയറി വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. സ്പെയിൻ ഒട്ടും മോശമല്ല, നല്ല ടീമാണ്. മനസ്സുകൊണ്ട് സ്പെയിൻ ജയിക്കണം എന്നാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് മെസ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ അയാൾ മിന്നും ഫോമിലാണെങ്കിൽ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുള്ള പ്രാപ്തിയുള്ള കളിക്കാരനാണ്. മനസ്സുകൊണ്ട് സ്പെയിൻ. അർജന്റീന ഇത്ര നേരം മുന്നോട്ട് പോയി, അവരെന്നെ കപ്പടിക്കും. അതിലാണ് നല്ല കളിക്കാരുള്ളത്. ഇപ്പോഴത്തെ കളിയിലൊരു ഇത് വെച്ചിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് സ്പെയിനാണ്. കാരണം സ്പെയിൻ ഇപ്പോൾ എല്ലാ മേഖലയിലും ഡിഫൻസ് ആണെങ്കിലും മിഡ്ഫീൽഡ് ആണെങ്കിലും എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടെങ്കിൽ അവരുടെ ഫോർവേഡ് മാത്രമാണ്, മുന്നേറ്റത്തിന് മാത്രമാണ്. ബാക്കി എല്ലാവരും സെറ്റാണ്. ഫ്രാൻസിനെ ഈ ലോകകപ്പിലെ ഏറ്റവും ശക്തമായ ടീം ഫ്രാൻസ് ആയിരുന്നു. ഫ്രാൻസിനെ തോൽപ്പിച്ച് അവർ ഫൈനലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അർജന്റീനയും സ്പെയിനും കൂടി വരുമ്പോൾ ഞാൻ കൂടുതൽ ചാൻസ് കാണുന്നത് സ്പെയിനാണ്. ഫൈനലിൽ തീർച്ചയായിട്ടും അർജന്റീന തന്നെയായിരിക്കും കപ്പടിക്കുക. 2-1 അർജന്റീന 100% ജയിച്ചിരിക്കും. അതെ 100%. മെസ്സി എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് ഫുട്ബോളാണ്. അതുകൊണ്ട് മെസ്സി ഉള്ളിടത്തോളം കാലം അർജന്റീന 100% ആയിട്ട് അർജന്റീന ഈ രണ്ടാമതും കപ്പടിക്കാനുള്ള എല്ലാ ഇതിലും ഉണ്ട്. 2 ഗോൾ അടിക്കും അർജന്റീന, 1 ഗോൾ സ്പെയിൻ അടിക്കും. അത് 2-1. അത് നേരത്തെ തന്നെ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ മെസ്സി സ്പെയിനിൽ കളിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ആ പ്രഗത്ഭനായ കളിക്കാരനോട് ഒത്തുചേർന്ന് കളിച്ചിരുന്ന പ്ലേയേഴ്സാണ് മറ്റുള്ളതെല്ലാം. അപ്പോൾ മെസ്സിക്ക് അറിയാം. മെസ്സിയുടെ തന്ത്രങ്ങൾ ഒരു പരിധി വരെ അവർക്കറിയാം. പക്ഷേ പുതിയൊരു സ്പെഷ്യൽ ട്രിക്ക് അയാളുടെ അടുത്തുണ്ട് എന്നാണ് തോന്നണത്. സ്പെയിന് ലാസ്റ്റ് കളി നന്നായിട്ട് കളിച്ചിട്ട് തന്നെ ജയിക്കണം അർജന്റീന. കളിക്കാണ്ട് ആർക്കും ജയിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എല്ലാവരും ഫിഫ പോയി കമ്മിറ്റി ടീം എന്നൊക്കെ പറയുന്നുണ്ട്. അവർ തോറ്റു, അവർക്ക് കഴിവില്ലാതെ അവർ തോറ്റു. ഞാൻ ജയിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, അതുമില്ല, കുറ്റം പറയാ. അതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഉണ്ടാക്കി തോക്കുമ്പോ ഉണ്ടാക്കി പറയേ. യമ്മാലൊന്നും കടക്കൂല, അങ്ങോട്ട് സെന്റർ കടക്കൂല. മെസ്സി 2 ഗോൾ അടിക്കും, 3-1 ജയിക്കും. ഫസ്റ്റ് അവരടിക്കും, പിന്നെ തിരിച്ച് 3 അടിക്കും.
കൂറ്റനാട് കേന്ദ്രീകരിച്ച് വീണ്ടും മോഷണ സംഘങ്ങൾ സജീവമാകുന്നു. കൂറ്റനാട് ന്യൂ ബസാറിൽ താമസിക്കുന്ന JCB ഡ്രൈവർമാരുടെ 2 മൊബൈൽ ഫോണുകളാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം പോയത്. തൊഴിലാളികൾ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇവർ താമസിക്കുന്ന മുറിക്കകത്തേക്ക് അതിക്രമിച്ചു കയറിയാണ് മോഷ്ടാവ് മൊബൈൽ ഫോണുകൾ കവർന്നത്. വിപണിയിൽ ഏതാണ്ട് 40,000-ഓളം രൂപ വിലമതിക്കുന്ന 2 റെഡ്മി ഫോണുകളാണ് നഷ്ടപ്പെട്ടത്. അതേസമയം പ്രദേശത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോൾ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായി ലഭിച്ചിട്ടുണ്ട്. പ്രതി മുറിക്കുള്ളിലേക്ക് കയറുന്നതും മോഷണം നടത്തിയ ശേഷം തിരികെ ഇറങ്ങിപ്പോകുന്നതുമായ ദൃശ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചയുടൻ ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പട്ടാമ്പി മഞ്ഞുളങ്ങലിൽ വ്യാപാര സ്ഥാപനത്തിൽ കയറി ജീവനക്കാരനെ മർദ്ദിച്ച കേസിൽ 2 പേർ പോലീസ് പിടിയിൽ. മലപ്പുറം സ്വദേശികളെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി മഞ്ഞളുങ്ങളിൽ വ്യാപാര സ്ഥാപനത്തിൽ കയറി ജീവനക്കാരനെ മർദ്ദിച്ച കേസിൽ 2 പേരെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം കോട്ടപ്പുറം സ്വദേശി അബ്ദുൽ ലത്തീഫ്, അഖിൽ എന്നിവരെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. മഞ്ഞളിങ്ങിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ JCB ഡീലർ ഓഫീസിലാണ് അക്രമം ഉണ്ടായത്. അക്രമത്തിൽ സ്ഥാപനത്തിലെ മാനേജർ വിപിന് പരിക്കുപറ്റി. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കോട്ടപ്പുറം സ്വദേശി അബ്ദുൽ ലത്തീഫ് ഇവിടെ നിന്നും JCB വാങ്ങിയിരുന്നു. JCBയുടെ സ്പെയർ പാർട്സുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇവർ ഫോണിൽ വാക്തർക്കം ഉണ്ടായി. ഇതിനെ തുടർന്നാണ് ലത്തീഫും അഖിലും സ്ഥാപനത്തിലെത്തി മാനേജർ അലിക്കപ്പറമ്പ് സ്വദേശി വിപിനെ ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിൽ അബ്ദുൽ ലത്തീഫിനെയും അഖിലിനെയുമാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തലയ്ക്കും നട്ടലിനും പരിക്കുപറ്റിയ വിപിനെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. ലത്തീഫ് എന്ന് പറഞ്ഞ ഒരാളും അയാളുടെ കൂട്ടുകാരനാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ഈ ലത്തീഫിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അവര് ഓഫീസിൽ വന്നിട്ട് സാധനം ഇല്ല എന്നും പറഞ്ഞതിന് വന്നടിച്ചതാണ്. അവര് കയ്യിൽ എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. അത് വെച്ച് നല്ല കുത്തല് കുത്തി തലക്ക്. അതുപോലെ നട്ടലിനും അടിച്ചിട്ടുണ്ട്. നട്ടലിനും നല്ല വേദന ഉണ്ട്. തലയുടെ ഉള്ളിലൊക്കെ നല്ല പെയിൻ ഉണ്ട്. അതേപോലെ ചെവിയൊക്കെ നല്ല പെയിൻ ഉണ്ട്. തലയുടെ ഉള്ളിൽ മൊത്തത്തിൽ അനക്കാൻ പറ്റാത്ത അവസ്ഥ. സംസാരിക്കുമ്പോ ഭയങ്കര പറ്റണില്ല, കൂടുതൽ സംസാരിക്കാൻ വയ്യ. മഴക്കാലത്തും അടിക്കടിയുള്ള പവർ കട്ടിൽ പ്രതിഷേധിച്ച് BJP തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് സെന്ററിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് KV മനോജ് ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണദാസ് കടവാരത്ത് യോഗത്തിൽ സ്വാഗതം പറഞ്ഞു. AP വേണുഗോപാൽ, PJ ലാൽകൃഷ്ണ, രബീഷ് മാട്ടായ, രാധാകൃഷ്ണൻ, രാജൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ രംഗങ്ങളിലെ പ്രതിഭകൾക്ക് MLAയുടെ എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് മുഹസിൻ MLAയുടെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ്. മുഹമ്മദ് മുഹസിൻ MLAയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്ന എക്സലൻസ് അവാർഡാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ വിതരണം ചെയ്തത്. പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾ, LSS, USS, NMS സ്കോളർഷിപ്പ് ജേതാക്കൾ, യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കൾ, കലാ കായിക മേഖലകളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ നേട്ടം കൈവരിച്ചവർ, വിവിധ മത്സര പരീക്ഷകളിലും അക്കാദമിക് രംഗത്തും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ, വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തിത്വങ്ങൾ എന്നിവരെയാണ് എക്സലൻസ് അവാർഡ് നൽകി ആദരിച്ചത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ അവാർഡ് വിതരണ ചടങ്ങ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജനം ആഗ്രഹിക്കുന്ന കാതലായ മാറ്റങ്ങളാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വിജയത്തിന്റെ ഏറ്റവും പ്രധാനമായ അടിസ്ഥാനപരമായ ഘടകം മികച്ച വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനായിട്ട് മികച്ച വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. SSLCയിലും +2ലും ഒക്കെ മികച്ച വിജയം കൈവരിക്കുകയും അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിക്കുകയും ഒക്കെ ചെയ്ത പ്രതിഭകളാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നതോടൊപ്പം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു MLA ആണ് പട്ടാമ്പിക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാനും ശ്രീ മുഹമ്മദ് മുഹസീനും ഒക്കെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് MLAയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടക്കുന്നത് എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയെ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ജനങ്ങള് വിദ്യാർത്ഥികളും ഒക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള പരിശ്രമമാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു. നാളുകളിൽ നിങ്ങളുടെ വിജയം, നിങ്ങളിലൂടെ ഈ നാട് കൂടുതൽ ഉയർച്ച കൈവരിക്കുവാൻ
കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മുഹമ്മദ് മോസിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ വനിതാ ഡൈവർ KV അതുല്യ, മ്യൂസിക് ആർട്ടിസ്റ്റ് സജിത് കൊപ്പം, ഡയറക്ടർ ഷിയാബ് ഓങ്ങല്ലൂർ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. എക്സലൻസ് അവാർഡ് വിതരണ ചടങ്ങിൽ ശ്രദ്ധ എഡ്യൂഫെസ്റ്റും ഒരുക്കിയിരുന്നു. കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രദർശനം, ഉന്നത പഠന കരിയർ സാധ്യതകളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ, വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരങ്ങളുമെല്ലാം എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ, വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത്, ശ്രദ്ധ കൺവീനർ ഡോക്ടർ KP ആഷിഖ്, പ്രോഗ്രാം ഹെഡ് MT മുഹമ്മദ് തൗസീഫ്, T ഗോപാലകൃഷ്ണൻ, MN കരുണാകരൻ, KP അബ്ദുൾ റഹ്മാൻ, KMA ജലീൽ ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹ്യ വിവിധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലെ മേലെ പട്ടാമ്പിയിലെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി. ഇന്റർലോക്ക് കട്ടവിരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേലെ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലാണ് റോഡ് തകർച്ച പരിഹരിക്കുന്നതിനുള്ള അറ്റകുറ്റപ്പണികൾ നടപ്പാക്കുന്നത്. മാക്സ് വെഡിംഗ് സെന്ററിന് സമീപത്ത് 50 മീറ്ററോളം വരുന്ന പാതയിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നത്. ഇത് പരിഹരിക്കാനുള്ള ഇന്റർലോക്ക് കട്ടവിരിക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ മുതൽ പ്രവൃത്തികൾ തുടങ്ങി. ഇതിന്റെ ഭാഗമായി ഇതിലൂടെയുള്ള വാഹന ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റവരി ഗതാഗതമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പെരിന്തൽമണ്ണ ഭാഗത്തുനിന്നും വരുന്ന ഭാരം കൂടിയ വാഹനങ്ങൾ കൊപ്പത്തുനിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് മുളയങ്കാവ് വെല്ലപ്പുഴ വഴി ചെർപ്പശ്ശേരി പട്ടാമ്പി റോഡിലൂടെയും, പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വരുന്ന മറ്റു വാഹനങ്ങൾ ശങ്കരമംഗലത്തു നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് കൊടലൂർ കുമ്മങ്കല്ല് വഴി ചെറുപ്പശ്ശേരി പട്ടാമ്പി റോഡിലൂടെയും പോകേണ്ടതാണെന്ന് ഷൊർണൂർ പൊതുമരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. മേലെ പട്ടാമ്പിയിലെ സിഗ്നൽ ലൈറ്റിൽ നിന്നും 100 മീറ്റർ വിട്ടാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. മഴ പെയ്താൽ ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇവിടെ റോഡ് തകർന്നു കിടക്കുകയാണ്. ഇതിന് പരിഹാരം കാണുവാൻ വേണ്ടിയാണ് വീണ്ടും ഇന്റർലോക്ക് പ്രവൃത്തികൾ ഇവിടെ നടപ്പാക്കുന്നത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ തൃത്താലയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും കുമരനെല്ലൂർ സ്നേഹാലയത്തിലെ അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണവും നൽകി. അനുസ്മരണ യോഗം ഫൗണ്ടേഷൻ ചെയർമാൻ PM അസീസ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ P ബാലൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ P അബ്ദുള്ള മാസ്റ്റർ, OK ഫാറൂഖ്, KPM ഷെരീഫ്, P ഇബ്രാഹിംകുട്ടി മാസ്റ്റർ, EP ഗോപാലകൃഷ്ണൻ, സലിം കൂടല്ലൂർ, KP ബാലൻ, K ഹബീബ് തുടങ്ങിയവർ സംസാരിച്ചു. പരതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും അനുസ്മരണവും സംഘടിപ്പിച്ചു. ഡോക്ടർ P സരിൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പരതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ സ്ഥാപകങ്ങളിൽ പ്രമുഖനും പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും അധ്യാപകനും പരതൂർ പഞ്ചായത്തിലെ കലാ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ നിറസാന്നിധ്യവുമായിരുന്ന P ഗോവിന്ദൻകുട്ടി മാസ്റ്ററെയാണ് പരതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചത്. കൊടിക്കുന്ന് റെഡ് സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അനുസ്മരണ സമ്മേളനം നടത്തിയത്. ഇതോടൊപ്പം LSS, USS, NMMS പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിക്കുകയും ചെയ്തു. ഡോക്ടർ P സരിൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അത് കായികമാവാം, കലയാകാം, അല്ലെ? ഇത് രണ്ടിലൂടെ അവരുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഗുണനിലവാരം മാറ്റിയെടുക്കാൻ ഏത് തരത്തിലുള്ള മനുഷ്യനാണെങ്കിലും ഒന്നയാളെ കൊണ്ട് ചിന്തിപ്പിക്കാനായിരിക്കാം, ഒന്നയാളെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനായിരിക്കാം, ഒന്നയാളെ കൊണ്ട് ഇടപെടിപ്പിക്കാനായിരിക്കാം. ഇങ്ങനെ ആ മനുഷ്യനിൽ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെയൊക്കെ സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ലക്ഷ്യം. അപ്പൊ അന്നത്തെ കാലത്ത് അത് ഇക്ബാൽ മാഷ് സൂചിപ്പിച്ചതുപോലെ നാടകം ആയിരിക്കാം, സാഹിത്യ മത്സരങ്ങളായിരിക്കാം, ഫുട്ബോൾ ടൂർണമെന്റുകളായിരിക്കാം, അങ്ങനെ പലതും ആയിരിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിന്റെ സാംസ്കാരിക പ്രവർത്തനം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഡെഫിനിഷനെ നമ്മൾ കടമെടുക്കുകയാണെങ്കിൽ ആളുകളിൽ മാറ്റം കൊണ്ടുവരണം. ഏതാളുകളിലാണ് മാറ്റം കൊണ്ടുവരേണ്ടത്? ഓൾറെഡി മാറ്റം വന്ന നമ്മളിലാണോ? അല്ല. മാറ്റം കൊണ്ടുവരേണ്ട മനുഷ്യൻ നമുക്ക് ചുറ്റുമുണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പലതരത്തിലായിട്ട് ആളുകളുടെ ചിന്തയിൽ
ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ഇല്ലേ? അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അത് ആളുകൾ ചിന്തിക്കുന്നതിന്റെ രീതിയിൽ തെറ്റും ശരിയും അവര് കരുതുന്നതാണ് എന്നുള്ളതിന്റെ ഒരു തീരുമാനമെടുക്കലാണ്. അപ്പൊ അതാണോ യഥാർത്ഥത്തിൽ ശരി എന്ന് അവരിലേക്ക് എത്തണമെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നത് പോലെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയണം. അപ്പൊ ഞാനിപ്പോ ആലോചിച്ചത് ഒരു മാസം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ. വായനശാല പ്രസിഡന്റ് എ പി ശശി അധ്യക്ഷനായിരുന്നു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് നിർവാഹക സമിതി അംഗം കെ സി അലി ഇക്ബാൽ ഗോപി മാസ്റ്റർ അനുസ്മരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ വിജയകുമാർ, വായനശാല നിർവാഹക സമിതി അംഗങ്ങളായ പി കെ ചെല്ലുക്കുട്ടി, ടി സുധാകരൻ, എം മോഹൻദാസ്, എ ടി മണികണ്ഠൻ, ടി ആർ വിശ്വനാഥൻ, പി സുധീർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ KMCT ദന്തൽ കോളേജിൽ നിന്നും ഉന്നത മാർക്ക് നേടി അക്കാദമിക് എക്സലൻസ് അവാർഡ് നേടിയ ഡോക്ടർ എ പി തീർത്ഥയെയും അനുമോദിച്ചു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മൂന്നാമത് ചരമദിനത്തോടനുബന്ധിച്ച് തൃത്താല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല സെന്ററിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് എം മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. VT ബൽറാം MLA ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി PV മുഹമ്മദ് അലി, തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി വിജയകുമാർ, PK അപ്പുണ്ണി, ഹബീബ് കോട്ടയിൽ, P ദാസൻ, TP മണികണ്ഠൻ, ഗഫൂർ പുലിയത്ത, KV മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഇതോടെ നിലയേറെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.